എല്ലാവർക്കും നമസ്കാരം. വളരെ അത്യാവശ്യമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ യാത്രകളും തിരക്കുകളും കാരണം പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നി. കാരണം ബംഗ്ലാദേശിനെ കുറിച്ചുള്ളതാണ്. അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ, മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ലോകം അറിയാതിരിക്കാനായിട്ട് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സിൻഡിക്കേറ്റുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പാലസ്തീനിൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലുമൊക്കെ കോണിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന നിസ്സഹായരായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെപ്പറ്റി പുറം ലോകം അറിയുന്നേയില്ല. അപ്പോൾ ഇത് അറിയിക്കാനായിട്ട് അവരവരാൽ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഹിന്ദു സമൂഹം എപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിഘടിച്ച് നിൽക്കുകയാണ്. ഇതാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നത്. എന്തൊക്കെ പഠിച്ചാലും എത്രയൊക്കെ കിട്ടിയാലും ഹിന്ദു സമൂഹം പഠിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു സന്ദേശമാണ്. നമ്മൾ വേറെ ആരെയും ആക്രമിക്കാനോ, ഭാരതം ഇതുവരെ വേറെ ആരെയെങ്കിലും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലേക്ക് മതം മാറ്റാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു സമൂഹമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, കാരണം സനാതനധർമ്മത്തിൻ്റെ കാതൽ അതാണ്. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാത്ത രീതിയിൽ ഈ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ട് മരിക്കുക, ഇത്രയേ ഉള്ളൂ നമുക്ക്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജീവിയെ പോലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നൊന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അറിയാം, നമ്മളെപ്പോലെ തന്നെ വേദനകളും വിഷമങ്ങളുള്ള മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തീർച്ചയില്ലാത്തൊരു കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന സ്വർഗം കിട്ടുമെന്നൊക്കെയാണ് ചില മതങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് പുതുതലമുറയെങ്കിലും ചിന്തിക്കേണ്ടതാണ്. കാരണം അച്ഛൻ, അമ്മ, മക്കൾ, ഈ ബന്ധം എല്ലാവർക്കും ഉണ്ട്. സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ മകളെയൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ വേദനിക്കും. അവരുടെ കണ്ണീരിന് ഒഴുകുന്ന കണ്ണീരിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് സ്വർഗം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം മനുഷ്യർ കാണിക്കുന്ന ആ ഒരു സമയത്തെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും വലിയ അതിക്രമമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയൊക്കെ ഈ ഭാരതത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ്. അവർ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വിശ്വസിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് പരമാത്മാവിനെയാണ്. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിച്ചോളൂ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഉപദ്രവിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം. അത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ കാണിച്ചിരുന്നത്. അവരവരെ സംരക്ഷിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ചിലരെ ഇങ്ങനെ എന്താ പറയുക, ആരെയും ഉപദ്രവിക്കരുത് എന്ന് വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം പോലും ഉപയോഗിക്കരുത് എന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അതാണ് കാളിമാതാവൊക്കെ കൈകളിലെല്ലാം അസ്ത്രങ്ങളുമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. കാരണം ധർമ്മത്തിനെതിരെ, മാതാവിൻ്റെ കുട്ടികൾക്കെതിരെ മറ്റുള്ളവർ ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ അമ്മ ആയുധം കയ്യിലെടുക്കും. അതാണ് സനാതനധർമ്മം. പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്കോണിൻ്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള എന്താ പറയുക ചിന്മോയ് ദാസിനെ അവർ നവംബർ 25-ന് അറസ്റ്റ് ചെയ്തു. അവർ പറയുന്നത് ഒരു ഫ്ലാഗ് ഉയർത്തി എന്നുള്ള കുറ്റമാണ്. ഹിന്ദുക്കളുടെ ഒരു ഫ്ലാഗ് ഉയർത്തി. ആ ഒരു ഫ്ലാഗ് ഉയർത്തിയത് അവർ എന്താ വലിയ ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗിൻ്റെ മുകളിൽ ഉയർത്തി. ഇതിനൊന്നും തെളിവൊന്നുമില്ല, യാതൊരു തെളിവില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അധിക്ഷേപിച്ചു എന്നൊരു വാക്ക് വന്നാൽ മതി, അപ്പോഴേക്കും പിന്നെ എല്ലാവരും കയറി പ്രതികരിച്ചുകൊള്ളും. അതിൽ തെറ്റും ശരിയൊന്നുമില്ല. അപ്പോൾ അവരത് കാര്യമായിട്ട് എടുത്തൊരു കലാപത്തിനെ അഴിച്ചു വിട്ടു. അദ്ദേഹത്തിനെ ജയിലിലിട്ടു. ജയിലിലിട്ടത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സംഭാഷണം ശ്രീ അയ്യരും സുമിത് പേരും തമ്മിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ജയിലിലിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ച് അവർ പശുമാംസം കഴിപ്പിച്ചു, ബീഫ് കഴിപ്പിച്ചു. അവർക്ക് ബീഫ് കഴിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. കാരണം ഒരു ഒരു മൃഗത്തിനെ കൊന്ന് അതിൻ്റെ വേദനയൊക്കെ കണ്ട് അത് കഴിക്കില്ല, ആ വേദന കൊണ്ട് കഴിക്കില്ല എന്ന് പറയുന്നവരെ കഴിപ്പിക്കുമ്പോൾ ചിലപ്പോൾ സ്വർഗ്ഗം എടുത്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ബീഫ് കഴിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധാത്മകമായിട്ട് നിരാഹാരം ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചാലും അവർക്കൊന്നുമില്ല, കാരണം അവർക്ക് വേണ്ടത് അങ്ങനെയാണല്ലോ, തങ്ങളുടെ ആശയവുമായിട്ട് യോജിച്ചു പോവാത്തവരെ ഇല്ലാതാക്കുക. ഇത്രയും വലിയൊരു അനീതി അയൽ രാജ്യത്ത് നടന്നിട്ടും ഇന്ത്യയിൽ അതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതി. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ബംഗാളിൽ പോയി വന്നപ്പോഴാണ് ആ ബംഗാളിലെ ഓരോ മുക്കിലും മൂലയിലും ശ്രീ വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും, അങ്ങനെ ബംഗാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിന്നിരുന്ന ഒരു സംസ്ഥാനമാണെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചിന്തിച്ചു. കാരണം കലയിലായിക്കോട്ടെ, ശ്രീ രവീന്ദ്രനാഥ ടാഗോർ മുതൽ ഇങ്ങോട്ടേക്ക്
ചെറുകാലത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാശ്വേതാദേവിയുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത നോവലുകൾ മാതൃഭൂമിയിൽ വായിച്ചിട്ടാണ് ഞാനൊക്കെ വളർന്നത്. അപ്പോൾ അന്ന് മുതൽ ബംഗാളിലെ സാഹിത്യം വലിയ ഉന്നത നിലയിലാണ് എൻ്റെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നത്. അതേപോലെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള മഹാരഥന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കലയിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ, നിങ്ങൾക്കറിയാം സിനിമയിലൊക്കെ പഥേർ പഞ്ചാലി അതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സിനിമകൾ. അതെല്ലാം ബംഗാളിൽ നിന്ന് വന്നതാണ്. അങ്ങനെ കലയിലായിക്കോട്ടെ ഏത് ഫീൽഡിലായാലും മഹാരഥന്മാർ ഉണ്ടായിരുന്ന, അത് ഭക്തിയുടെ കാര്യത്തിൽ പിന്നെ പറയാനില്ല. ഹരേ കൃഷ്ണ പ്രസ്ഥാനമൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നത് അവിടെ നിന്നാണ്. അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, കാളിമാതാവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ശ്രീ വിവേകാനന്ദൻ, അങ്ങനെ എണ്ണിയ ഒടുങ്ങില്ല. അവിടെ അവരുടെ എല്ലാം ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഏത് നിലയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനത്തെ ഏതൊരു നിലയിലാക്കി. അത് സ്വാർത്ഥത കൊണ്ട് മാത്രം അത് രണ്ടായിട്ട് വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളുമായിട്ട് ഈസ്റ്റ് ബംഗാളിനെ വേർതിരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഭാരതീയർ അനുഭവിക്കുന്ന ദുരിതമാണിപ്പോൾ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ അഴിഞ്ഞാട്ടം മൂലം ഉണ്ടായിക്കൊണ്ട കാര്യങ്ങൾ, അവരുടെ സ്വാർത്ഥത മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒരു ദുർഗതി വരാൻ കാരണം. അവരവർക്ക് വേണം അധികാരം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഡിവിഷൻ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ചരിത്രം വേറെയാണല്ലോ. ഇവരെയൊക്കെ ഹീറോ ആക്കിയിട്ടാണ് നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരൊക്കെ മാതൃരാഷ്ട്രത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹം എന്തെന്ന് നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിവ് വരുന്ന ഇപ്പോഴാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഇരകളാക്കപ്പെട്ട പാവങ്ങൾ നിസ്സഹായരായിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഇപ്പോഴും. കാരണം അവർ എന്താ പറയുക, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവിടെ ജനിച്ചു പോയതുകൊണ്ട്, അവർ ഹിന്ദുക്കളായതുകൊണ്ട് അതൊരു വലിയ അപരാധമായിക്കൊണ്ട് അവരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഡിസംബർ 13 കുൽനാം നാരയിൽ സദർ എന്ന് പറയുന്നൊരു കുൽനാം നാരയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സദർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് 40ഓളം പെൺകുട്ടികളെ പിടിച്ചിട്ട് പോയി. അതായത് അവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് ഏതൊക്കെ ഹിന്ദു കുടുംബങ്ങളുണ്ട് അവിടെയൊക്കെ 8 മുതൽ 30 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുണ്ടെന്നൊക്കെ അവർക്ക് ലിസ്റ്റുണ്ട്. പാകിസ്ഥാനിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഹിന്ദു പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് അവരെ നിർബന്ധിച്ച് മതം മാറ്റുക, അല്ലെങ്കിൽ അവരെ ISS തീവ്രവാദികളെ പോലുള്ളവർക്ക് വിൽക്കുക. അതൊക്കെ അവിടെ സാധാരണ സംഭവമായി കഴിഞ്ഞു. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ. ഇന്ത്യ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നടക്കുന്നില്ല? നമ്മൾ വളരെ സുരക്ഷിത മേഖലയിലാണ് എന്നുള്ള തോന്നലൊന്നും ഭാരതത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ട. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ TV-യിൽ കണ്ടു, കുംഭമേള നടക്കുന്ന സ്ഥലം വഖഫ് ബോർഡിൻ്റേതാണെന്ന്. എങ്ങനെയാണ് ഭാരതത്തിൻ്റെ സ്ഥലങ്ങൾ മുഴുവൻ വഖഫ് ബോർഡിൻ്റേതാവുന്നത്? ഭാരതം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവർ വന്ന് അതിക്രമിച്ച് കീഴടക്കി. അതിക്രമമാണ് ഈ എന്താ പറയുക വിദേശികളുടെ ആ ഒരു രീതി. അവർ അതിക്രമിച്ച് കീഴടക്കിയതുകൊണ്ട് ഭാരതത്തിൻ്റെ മണ്ണ് മുഴുവൻ അവരുടേതാണ്. ആരാണ് ഇവർക്ക് എഴുതി കൊടുത്തത്? അപ്പോൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് എഴുതി കൊടുത്തത്. ഇതൊന്നും പുറത്ത് പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ഇത് ഒളിച്ചു വെച്ചിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. മോഹൻജി പറഞ്ഞതുപോലെ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ ജീവിക്കുന്നത്. കാരണം അവിടെ നടന്നത് നാളെ ഇവിടെയും നടക്കാം. അതിന് അനുകൂലമായ ഒരു സാഹചര്യം കാത്തിരിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയല്ല, അവർ അതിനുള്ള അനുകൂല സാഹചര്യം ഇവിടെ ഒരുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനാണ് രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ ഇപ്പോഴും ശബരിമലയിലെ സ്ത്രീകൾ കയറണോ വേണ്ടയോ, ക്ഷേത്രത്തിലെ ഷർട്ടിട്ട് കയറണോ വേണ്ടയോ എന്നുള്ള ചിന്തകളിലാണ്. കാരണം ഇപ്പോഴും പലതായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. വിഘടിച്ച് നിൽക്കേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹിന്ദുവിൻ്റെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവരിപ്പോൾ ഈ ഷർട്ട് വിവാദമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ തുറന്നു പറയുകയാണ്. കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ മതക്കാർക്കും അവകാശമുണ്ട്. എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യുന്നത് ഏത് മതമായാലും അതിനെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും സമാധാനപരമായിട്ട് അവരവരുടെ മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമിയിൽ. ആര് പറഞ്ഞാലും അവരവരുടെ അയൽക്കാർ എന്നെ പോലെ തന്നെ ചോരയും നീരും വേദനയൊക്കെ ഉള്ള ഒരാളെ കൊന്നിട്ട് ഒരു സ്വർഗവും എനിക്ക് വേണ്ട എന്ന് ഇനിയുള്ള യുവതലമുറയെങ്കിലും തീരുമാനിക്കുന്ന ഒരു സമയം വരും. കാരണം ഇപ്പോൾ ഇൻ്റർനെറ്റ് യുഗമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങനെയുള്ളൊരു അവയർനെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ കൂടെയുള്ള എൻ്റെ അയൽക്കാരനെ വെട്ടിയിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് കിട്ടുന്ന ഒരു സ്വർഗവും എനിക്ക് വേണ്ട എന്ന് യുവതലമുറ പറയുകയാണെങ്കിൽ അന്ന് തീരും ഈ രാഷ്ട്രീയക്കാരുടെയും മതക്കാരുടെയൊക്കെ കളി.
അല്ലെങ്കിൽ അവരിങ്ങനെ മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ താഴെ കൊടുക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഹിന്ദിയിലാണ്, അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഴിയുന്നിടത്തോളം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം അത് അന്താരാഷ്ട്ര തലങ്ങളിലേക്കൊക്കെ എത്തിയിട്ട് ഇതിനെതിരെ, കാരണം ഈ ദക്ഷിണേന്ത്യയിലുള്ളവർ അത്രയൊക്കെ അധികം അറിഞ്ഞിട്ടില്ല വിഭജനത്തിൻ്റെ വേദന. പക്ഷേ നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് പിന്നെയും അറിയാം, കാരണം അവർക്ക് അതിൻ്റെ വേദനകൾ അവർ അനുഭവിച്ചതാണ്. അപ്പോൾ ഇപ്പോഴും ദക്ഷിണേന്ത്യയിലുള്ളവർ ഈ ബ്രെയിൻ വാഷിങ്ങിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഒരു അജണ്ടയും വേറെ ഉണ്ട്. കാരണം ഇതുവരെ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇതവിടെ നടക്കുന്ന കാര്യമാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഓം സായിരാം, ജയ് മോഹൻജി.